ഞങ്ങളുടെ അതിമനോഹരമായ UK യാത്രയുടെ വിശേഷങ്ങളിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 11, 2026 എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും ജീവിതത്തിലെ മനോഹരമായ ഒരു സുദിനം. കൃത്യം 10:35 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന എമിറേറ്റ്സ് വിമാനത്തിൽ ഞങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ആകാംക്ഷയുമായി ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന് ചേച്ചിയും ജോർജേട്ടനും ഞങ്ങളോടൊപ്പം ബിനുവിൻ്റെ കാറിൽ എയർപോർട്ട് വരെ ഉണ്ടായിരുന്നു. എൻട്രി ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി. ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് കൗതുകങ്ങളായിരുന്നു. ഏകദേശം 2:30 ദുബായിലെത്തിയ ഞങ്ങൾക്ക് 2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. കൃത്യം 4 മണിക്ക് തന്നെ ദുബായിൽ നിന്നും മാഞ്ചസ്റ്റർ ലക്ഷ്യമാക്കിയിട്ടുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഞങ്ങൾ യാത്ര തുടർന്നു. യാത്രയുടെ ദൂരം കൂടുന്തോറും ഞങ്ങളുടെ ഭയത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും പുതിയ ഒരു അനുഭൂതിയിലേക്ക് ഞങ്ങൾ വെച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ ആകാശ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വൈകിട്ട് 7:30 മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എമിഗ്രേഷൻ പ്രൊസീജിയറെല്ലാം ഞങ്ങൾ 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എയർപോർട്ടിലെ സ്വീകരണത്തിന് ശേഷം ഞങ്ങൾ ലിവർപൂളിലേക്ക് യാത്ര തിരിച്ചു. കാൽ മണിക്കൂറോളം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്ത് ഏകദേശം 9 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്ന് ഞങ്ങളുടെ യാത്ര പൂർണ്ണമായി. അബിയെയും സോനയെയും കുഞ്ഞുമോനായ ഏടനെയും കണ്ട് ഒരുപാട് നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈയും മീൻ കറിയും കൂട്ടി ഊണ് കഴിച്ച് ഞങ്ങൾ അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ ലിബിയുടെ വീട്ടിൽ ചെന്നു അവരെ കണ്ടു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയിൽ ഇവിടുത്തെ ബീഫും ചേർത്ത് മീനുണ്ടാക്കിയ നാടൻ ചക്ക ബീഫ് കറിയോടുകൂടി ഞാനും പൊട്ടിച്ചു ഇംഗ്ലണ്ടിലെ മണ്ണിലിരുന്ന് ഒരു ജാക്ക് ഡാനിയൽ. കുർബാന കഴിഞ്ഞ മാക്ഡൊണാൾഡ്സിൽ പോയി കഴിച്ച ബർഗറിൻ്റെ സ്വാദ് എൻ്റെ നാവിൽ ഇന്നും മായാതെ നിൽക്കുന്നു. വൈകുന്നേരങ്ങളിലെ ട്രെഡ്മിൽ വർക്കൗട്ട് ഞങ്ങളുടെ ഉന്മേഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ലിവർപൂൾ സിറ്റി സെൻറ്ററിൻ്റെ അനുഭവങ്ങളായിരുന്നു പിന്നീടുള്ളത്. വെസ്റ്റേൺ ലുക്കിൽ ഒട്ടും കുറയ്ക്കാതെ തന്നെ ഞങ്ങൾ ഹെഡ് ബോൾട്ടിൽ നിന്നും മേഴ്സി ട്രെയിനിൽ ലിവർപൂൾ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അമ്പരചുംബികളായ കെട്ടിടങ്ങളും അവിടുത്തെ വ്യത്യസ്തമായുള്ള മനുഷ്യരും അവരുടെ വസ്ത്രധാരണവും ഞങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു.
ലിവർപൂളിൻ്റെ പ്രമുഖ പബ്ബുകളിലൊന്നായ വൈൽഡ് കിച്ചൺ പബ്ബിൽ നിന്ന് ഒരു പിണ്ട് ബീർ കഴിക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായം പിന്നീട്.